അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി വരുന്നത് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 6:05 ആയിട്ടുണ്ട്, 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈകിട്ട് നിങ്ങൾക്കറിയാം 6 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും പ്രകാശമൊക്കെ തീരെ കുറവായിരിക്കും, വലിയ വെട്ടമൊന്നും കാണത്തില്ല. പക്ഷെ എന്നാലും നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ ഈ ഒരു വണ്ടി, ഇവിടെ ഇരിക്കുന്ന ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ്, അതും ഈ ഒരു സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിലുള്ള നമ്പർ നമുക്ക് കറക്റ്റായിട്ട് വായിക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ക്ലാരിറ്റി നമുക്ക് തോന്നുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന ഈ ഒരു ക്യാമറ ഒരു സ്പെഷ്യൽ ക്യാമറയാണ്, അടിപൊളി ക്യാമറയാണ്. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ക്യാമറ ഇഷ്ടപ്പെടും. കാരണം പല ആളുകളും, അതായത് മെജോറിറ്റി ആളുകളും വീടിന്റെ ഫ്രണ്ടിലേക്ക് ഒരു ക്യാമറ എടുക്കുന്ന സമയത്ത് അത് മിനിമം ഒരു 4 മെഗാ പിക്സൽ ക്യാമറ എങ്കിലും ആയിരിക്കണം എന്ന് പറയാറുണ്ട്. ഈ ഒരു ക്യാമറ 4 മെഗാ പിക്സൽ ക്യാമറയാണ്. അതുപോലെ തന്നെ ക്യാമറയ്ക്കുള്ളിൽ ഒരു മെമ്മറി കാർഡ് ഇടാൻ സാധിക്കുന്നതാണെന്നുണ്ടെങ്കിൽ, അതായത് NVR ഈ ക്യാമറ റെക്കോർഡാകും, അതുപോലെ തന്നെ ക്യാമറയ്ക്കുള്ളിൽ ഒരു മെമ്മറി കാർഡ് ഇടാൻ സാധിക്കുന്നതാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. കാരണം ആ ഒരു ഫീച്ചർ എന്ന് പറയുന്ന പേരാണ് എഡ്ജ് റെക്കോർഡിങ്. അത് ഈ ഒരു ക്യാമറ സപ്പോർട്ട് ചെയ്യും. 512 GB മെമ്മറി കാർഡ് നമുക്ക് ഈ ഒരു ക്യാമറയിലേക്ക് ഇടാൻ സാധിക്കും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ വീടിന്റെ സിറ്റ് ഔട്ടിലേക്കൊക്കെ അല്ലെങ്കിൽ വീടിന്റെ ഫ്രണ്ടിലേക്കൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരോടൊന്ന് സംസാരിക്കണം. 2-way ഓഡിയോ ഫീച്ചർ അത് ഈ ഒരു ക്യാമറയിൽ വരുന്നുണ്ട്. ആക്റ്റീവ് ഡിഫൻസ് ഫീച്ചറും വരുന്നുണ്ട്. സ്ട്രോബ് ലൈറ്റും വരുന്നുണ്ട്. അതായത് ഈ ഒരു ക്യാമറ അലാമും അടിക്കും, സ്ട്രോബ് ലൈറ്റും വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു കിടിലൻ ക്യാമറയാണ്. മാത്രമല്ല ഈ ഒരു ക്യാമറ അവിടെ വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പോലും സാധിക്കില്ല. കാരണം ഇത് ഇൻഫ്രാറെഡ് നൈറ്റ് വിഷൻ തരുന്ന ക്യാമറയാണ്. ഇനി ഒരു ക്യാമറ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതിന്റെ വീഡിയോ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അൺബോക്സ് ചെയ്ത് ഒരുപാട് സമയം നിങ്ങൾ കളയുന്നില്ല. നമ്മുടെ ആ ഒരു ബോക്സിൽ വരുന്നത് ഇത്രയും സാധനങ്ങളാണ്. വെതർ പ്രൂഫ് ഗ്ലാൻഡ് വരുന്നുണ്ട്, അതുപോലെ ഒരു സ്ക്രൂ സെറ്റ് വരുന്നുണ്ട്, ഡ്രില്ലിംഗ് ടെംപ്ലേറ്റ് ഉണ്ട്, ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഉണ്ട്, വാട്ടർ പ്രൂഫ് ടേപ്പ് ഉണ്ട്, പിന്നെ ഒരു അലൻ കീ വരുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ആ ഒരു ബോക്സിൽ വരുന്നത്. കൂടാതെ നമ്മുടെ ഈ ഒരു ക്യാമറയും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാമറയെ പറ്റി ഒന്നും പറയാനില്ല. നല്ല പക്ക ക്വാളിറ്റി, നല്ല പക്ക ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറയാണ്. നിങ്ങൾക്ക് ഈ ഒരു ക്യാമറയുടെ ഇവിടെ ഈ ഒരു പോർഷൻ അഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്യാമറ സിമ്പിളായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ക്യാമറയിൽ ഇവിടെ ഒരു റീസെറ്റ് സ്വിച്ചും വരുന്നുണ്ട്. അതുപോലെ തന്നെ 512 GB മെമ്മറി കാർഡ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഇടുന്നത്. ഇത് നമ്മൾ അഴിക്കണം. പിന്നെ ഇതിൻ്റെ മൈക്ക് വരുന്നത് ഇവിടെയായിട്ടാണ്, ചെറിയ ഹോളാണ് മൈക്ക് വരുന്നത്. ഇവിടെ സ്പീക്കർ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ക്യാമറയുടെ ഫ്രണ്ടിലായിട്ട് നമ്മൾ സാധാരണ കാണുന്ന ക്യാമറയൊക്കെയും കുറച്ചും കൂടെ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ അത്രമാത്രം വെള്ളമൊന്നും ഈ ലെൻസേക്കൂടെ ഒഴുകിയല്ല. അത് ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഫീച്ചറായിട്ട് നമുക്ക് ഡിസൈനിങ്ങിലെ നല്ലൊരു ഫീച്ചറായിട്ട് നമുക്ക് പറയാം. പിന്നെ ഇതാണ് നമ്മുടെ ആക്റ്റീവ് ഡിഫൻസിന് വേണ്ടിയുള്ള സ്ട്രോബ് ലൈറ്റും അങ്ങനെയുള്ള സംഗതികളൊക്കെ വരുന്നത്. ഇൻഫ്രാറെഡ് നമുക്ക് ഇതിൻ്റെ അകത്തായിട്ട് ഇവിടെ തന്നെയാണ് ലൈറ്റ് വരുന്നത്. അത് പെട്ടെന്ന് പുറത്ത് നോക്കുമ്പോൾ കാണാൻ സാധിക്കില്ല. ഈ ഒരു ക്യാമറയുടെ സെറ്റിംഗ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്യാം. ഇന്റർനെറ്റ് എക്സ്പ്ലോററിൽ നിങ്ങൾ ഈ ഒരു ക്യാമറയുടെ IP കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കും. അപ്പം ഞാനിപ്പോൾ ഈ യൂസർ ഐഡിയും പാസ്വേഡും കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ക്യാമറയുടെ യൂസർ ഐഡിയും പാസ്വേഡും ഞാൻ കൊടുത്ത് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഒരു ക്യാമറ ഇവിടെ വ്യൂ ചെയ്യാൻ സാധിക്കും. ഡിസ്പ്ലേയിൽ ആ ഒരു ക്യാമറ വരും കേട്ടോ. ഇപ്പം ഈ ഒരു ക്യാമറ കുറച്ച് മങ്ങി നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മങ്ങി നിൽക്കുന്ന വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു ക്യാമറ സബ് സ്ട്രീമിലാണ് കിടക്കുന്നത്. അത് ഇവിടെ നിന്ന് മെയിൻ സ്ട്രീമിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ നല്ല ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് ആദ്യം കണ്ട പോലെ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ സെറ്റിംഗ്സിലേക്ക് പോയാൽ ഈ ഒരു ക്യാമറയുടെ കോൺഫിഗറേഷൻ എന്നുള്ള ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഈ ഒരു ക്യാമറയിൽ വീഡിയോ ആൻഡ് ഓഡിയോയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ക്യാമറ കറക്റ്റായിട്ട് 4 മെഗാ പിക്സൽ റെസൊല്യൂഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാവും. പല ക്യാമറകളും ഇതിലും കുറവാണ് വരാറുള്ളത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം ഞാനൊരു ക്യാമറ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതായിരുന്നു, DS2CD 1043 G0i എന്ന് പറഞ്ഞൊരു ക്യാമറ. ഇത് ഞാൻ പണ്ട് നിങ്ങളെ പരിചയപ്പെടുത്തിയൊരു ക്യാമറയാണ്. ഈ ഒരു ക്യാമറയുടെ ഡാറ്റ ഷീറ്റ് നമുക്കൊന്ന് എടുത്തു വെക്കാം. അപ്പോൾ ഇത് ഞാൻ കാണിച്ച അൾട്രാ സീരീസ് ക്യാമറ അല്ല കേട്ടോ. ഇതൊരു വാല്യൂ സീരീസ് ക്യാമറയാണ്. പഴയ ഒരു വാല്യൂ സീരീസ് ക്യാമറ. പഴയെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്യാമറ തന്നെയാണ്. ഇതിന്റെ റെസൊല്യൂഷൻ നിങ്ങൾ നോക്കി, ഇത് കണ്ടോ, 2560 ഗുണം 1440 ആണ്. അതായത് നമ്മൾ ഇതിന്റെ ടോട്ടൽ പിക്സൽസ് നോക്കുമ്പോഴത്തേക്കും 2560 ഗുണം 1440 എന്ന് പറഞ്ഞാൽ 3.6 MB മാത്രമാണ് ഈ ഒരു ക്യാമറ വരുന്നത്. പക്ഷെ കമ്പനി ഇത് 4 മെഗാ പിക്സൽ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് കണ്ടോ. അവർ സെയിൽ ചെയ്യുന്ന സമയത്ത് ഒരു സെയിൽസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇത് 4 MB ആണെന്ന് പറയും. പക്ഷെ ആക്ച്വൽ ഇതിന്റെ റെസൊല്യൂഷൻ 3.6 MB മാത്രമാണ്. പക്ഷെ നമ്മളിപ്പോൾ കണ്ടേക്കണ ഈ ഒരു ക്യാമറയുടെ റെസൊല്യൂഷൻ കണ്ടോ, 2688 ഗുണം 1520 ആണ്. അതായത് എത്ര പിക്സൽസ്, അതിൽ എത്ര മില്യൺ പിക്സൽസ് വരുന്നുണ്ടെന്ന് നോക്കാം. 2688 ഗുണം
1520, അതായത് 4.0, അതായത് 4 MB. അപ്പോൾ 4 മെഗാ പിക്സൽ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി 4 മെഗാ പിക്സൽ ആയിട്ടുള്ള ഒരു ക്യാമറയാണ് ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ക്യാമറ. ഓക്കെ, അതുകൊണ്ടാണ് ഇതിവിടെ നമുക്ക് ഇതൊക്കെ വായിക്കാൻ പറ്റുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്നും കറക്റ്റ് ആയിട്ട് ഇവിടെ നമുക്ക് വായിക്കാൻ സാധിക്കില്ലായിരുന്നു കേട്ടോ. ഈ ഒരു ക്യാമറ സ്മാർട്ട് ഇവന്റും സപ്പോർട്ടീവ് ആണ്. സ്മാർട്ട് ഇവന്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീൻ ചേഞ്ച് ഡിറ്റക്ഷൻ ഉണ്ട്, ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ ഉണ്ട്, ലൈൻ ക്രോസിംഗ് ഉണ്ട്, റീജിയൻ എൻട്രൻസ് ഡിറ്റക്ഷൻ ഉണ്ട്, റീജിയൻ എക്സിറ്റ് ഡിറ്റക്ഷൻ ഉണ്ട്. ഇതെല്ലാം സപ്പോർട്ടീവ് ആണ്. മാത്രമല്ല ഹ്യൂമൻ വെഹിക്കിൾ എന്ന് പറഞ്ഞ ടാർഗറ്റ് ക്ലാസിഫിക്കേഷൻ ഇവിടെ വരുന്നുണ്ട്. ഇത് കുറഞ്ഞ മോഡൽ ക്യാമറകളിൽ, അതായത് ഇപ്പം ഞാൻ ഈ ഒരു ക്യാമറ നിങ്ങളെ കാണിച്ചല്ലോ, ഈ ഒരു ക്യാമറയിൽ, അതായത് DS2CD1043 എന്ന് പറഞ്ഞ ഈ ഒരു ക്യാമറയിൽ നമുക്ക് അങ്ങനെയുള്ള ഫീച്ചർ ഇല്ല. അതായത് ആ ഒരു ക്യാമറ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഇവന്റ് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പക്ഷേ ഈ ഒരു ക്യാമറയിൽ അത് വരുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ക്യാമറയിൽ എഡ്ജ് റെക്കോർഡിംഗ് വരുന്നുണ്ട്. നെറ്റ് HDD എന്ന് എഴുതിയേക്കണോ, ഇത് NAS സെർവർ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ക്ലൗഡ് സ്റ്റോറേജ് കണക്ടിവിറ്റിക്കുള്ളതാണ്. ഈ ഒരു ക്യാമറയിൽ നമുക്ക് ക്ലൗഡ് 2.0 എനേബിൾ ചെയ്യാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്യാമറയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ക്യാമറ ഒരിക്കലും നമ്പർ പ്ലേറ്റ് ഡിറ്റക്ഷൻ ക്യാമറയൊന്നും അല്ല കേട്ടോ. നിർത്തിയിട്ടിരിക്കുന്ന ഒരു വണ്ടിയുടെ നമ്പറാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. അല്ലാതെ ഈ ഒരു ക്യാമറയ്ക്ക് ഒരിക്കലും ഓടിപ്പോകുന്ന ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കാണാൻ സാധിക്കുകയില്ല. ഞാൻ ഒരിക്കലും ഈ ഒരു ക്യാമറ നമ്പർ പ്ലേറ്റ് ഡിറ്റക്ഷൻ ക്യാമറയാണെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ അങ്ങനെ നമ്പർ പ്ലേറ്റ് ഡിറ്റക്ട് ചെയ്യുന്ന ക്യാമറയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ക്യാമറ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ ക്വാളിറ്റി കിട്ടിയില്ല. നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ANPR ക്യാമറ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യണം. ഇത് ANPR ക്യാമറ അല്ല, അതുകൊണ്ട് നമ്പർ പ്ലേറ്റ് കിട്ടില്ല. ഇതിപ്പോൾ ജസ്റ്റ് ഈ ഒരു ക്യാമറയുടെ ക്വാളിറ്റി അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഞാനൊന്ന് സൂം ചെയ്ത് നിങ്ങളെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ക്യാമറയുടെ 8 മണി ആയപ്പോൾ ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടത്. രാത്രി 8 മണി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് ഈ ഒരു ക്യാമറയുടെ ഫുൾ സ്ക്രീൻ വ്യൂ. അപ്പോൾ നമ്മുടെ ആ ഒരു വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. ആ ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഇപ്പോൾ വായിക്കാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ ഒന്ന് സൂം ചെയ്തിട്ടുണ്ട്, കണ്ടോ. ഇപ്പോൾ ഇവിടെ KL39 മാത്രം കാണാൻ പറ്റുന്നുണ്ട്. ബാക്കി എന്താണെന്ന് എഴുതിയേക്കുന്നത് വായിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്യൂബ് ലൈറ്റ് കിടപ്പുണ്ട്. അപ്പോൾ ആ ഒരു വെട്ടം ഈ ഒരു വണ്ടിയിലേക്ക് അടിച്ചിട്ട് ഭയങ്കര ഗ്ലെയർ ആയിട്ട് ഇവിടെ വരുവാണ്. അപ്പോൾ നമ്പർ പ്ലേറ്റ് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ അതിനൊരു സെറ്റിങ്സ് ഇവിടെ മാറ്റാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഈ ഒരു ക്യാമറയിൽ ഇമേജ് സെറ്റിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബാക്ക് ലൈറ്റ് സെറ്റിങ്സിൽ WDR ഞാനിപ്പോൾ ഓൺ ചെയ്യുവാണ്. ഓക്കെ, WDR ഓൺ എന്ന് കൊടുത്തു. ഇപ്പോൾ ഇങ്ങനെയല്ല ഇതിൻ്റെ സെറ്റിങ്സ് മാറ്റേണ്ടത്. നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, പ്രൊഫൈലൊക്കെ എഡിറ്റ് ചെയ്തിട്ട് മാത്രമേ WDR സെറ്റിങ്സ് ഒക്കെ മാറ്റി കൊടുക്കാവുള്ളൂ. ഞാനിപ്പോൾ WDR ഓൺ ആക്കിയിട്ടുണ്ട്. WDR സ്റ്റാൻഡ്സ് ഫോർ വൈഡ് ഡൈനാമിക് റേഞ്ച്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാമറയുടെ വ്യൂ ഒന്ന് നോക്കിയത് കണ്ടോ. ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്, കണ്ടോ. KL39E1493 കണ്ടോ. ഇപ്പോൾ ഈ ഒരു സൈഡൊക്കെ കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ഇരുട്ടായിരുന്നു ആദ്യം, അത് കുറച്ചും കൂടെ ഒക്കെ ബ്രൈറ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. നമ്പർ പ്ലേറ്റിലേക്ക് അല്ലെങ്കിൽ ആ വണ്ടിയിലേക്ക് അടിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഓവറായിട്ടുള്ള എക്സ്പോസ്ഡ് ആയിട്ടുള്ള, അതായത് ലൈറ്റിൽ ഭയങ്കര എക്സ്പോസ്ഡ് ആയിട്ടാണ് ആദ്യം നിന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ക്യാമറ. പക്ഷെ ഇപ്പം അത്രയും പ്രശ്നം ഇവിടെ ഉണ്ടാകുന്നില്ല, കണ്ടോ. ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എത്ര നല്ല ക്യാമറ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിലും അത് കറക്റ്റായിട്ട് കോൺഫിഗറേഷൻ ചെയ്യാവുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഔട്ട്പുട്ട് ക്യാമറയിൽ നിന്ന് കിട്ടും. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാം. നിങ്ങളിപ്പോൾ 1-2 ക്യാമറകളൊക്കെ ഇൻസ്റ്റലേഷൻ ചെയ്യുവാണെങ്കിൽ വൈഫൈ ക്യാമറകൾക്ക് പകരം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കഴിയുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറയാണ് ഇത്. ഈ ഒരു ക്യാമറ എടുത്തു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്നറിയോ, നിങ്ങളിപ്പോൾ എന്തായാലും ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഓരോ ക്യാമറ, 2 ക്യാമറ മാത്രം ആദ്യം ചില ആൾക്കാർ പ്ലാൻ ചെയ്തിട്ട് പിന്നെ പൈസ ഉണ്ടാകുമ്പോഴത്തേക്കും ബാക്കി ക്യാമറകളൊക്കെ വെക്കാനും NVR ഒക്കെ മേടിക്കാനൊക്കെയാണ് പല ആൾക്കാരും പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഇത്. കാരണം ഈ ക്യാമറ നിങ്ങൾ POI സ്വിച്ച് വെച്ചിട്ട് കേബിൾ വലിച്ചുകൊണ്ട് തന്നെ 2 ക്യാമറയോ 1 ക്യാമറയോ നിങ്ങളുടെ വീട്ടിലേക്ക് കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് NVR ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് ഈ ക്യാമറ കാണുന്ന രൂപത്തിലാക്കാൻ സാധിക്കും. ക്യാമറയ്ക്കുള്ളിൽ തന്നെ റെക്കോർഡിംഗ് നടക്കും. നിങ്ങൾക്ക് കറക്റ്റായിട്ട് അലേർട്ടും കാര്യങ്ങളെല്ലാം തന്നെ വരും. പിന്നീട് ഫ്യൂച്ചറിൽ നിങ്ങൾ NVR പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്യാമറ ആ NVRലേക്ക് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് സാധാരണ രീതിയിൽ ഒരു നല്ലൊരു ക്യാമറ സിസ്റ്റം സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. അതേസമയം നിങ്ങൾ പോയിട്ട് വളരെ വില കുറഞ്ഞ ഒരു വൈഫൈ ക്യാമറയാണ് പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കും, ആ വൈഫൈ ക്യാമറ നിങ്ങൾക്ക് സ്റ്റാൻഡ് അലോൺ ആയിട്ടാണ് ആഡ് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഫോണിലേക്ക്. അതൊരിക്കലും NVRലേക്ക് പോസിബിൾ ആയിരിക്കില്ല. പക്ഷെ ചില ബ്രാൻഡുകളിൽ പോസിബിൾ ആണ്. എന്നാലും അതിന് അത്രത്തോളം നല്ലൊരു ക്വാളിറ്റി ഓഫർ ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താ പറയുക, ഈ ഒരു ക്യാമറ വരുന്നത് 4mm ലെൻസാണ് വരുന്നത്. സാധാരണ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മിക്ക ക്യാമറകളും വൈഫൈ ക്യാമറകളും വരുന്നത് 2.8mm ലെൻസാണ്. വളരെ വൈഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ദൂരേക്കുള്ള വ്യൂ വളരെയധികം കുറവായിരിക്കും. ഈ ഒരു ക്യാമറയിൽ 8 മീറ്റർ വരെ നമുക്ക് നല്ല ക്ലിയർ വ്യൂ കിട്ടും. മാത്രമല്ല 83 ഡിഗ്രി വൈഡാണ് ഈ ഒരു ക്യാമറ വരുന്നത്. നല്ല കിഡിലൻ ക്യാമറയാണ്.
അപ്പോൾ മാത്രമല്ല വൈഫൈ ക്യാമറയ്ക്ക് ആകെപ്പാടെ 1 വർഷമാണ് കമ്പനി വാറണ്ടി കൊടുക്കുന്നത്. ഈ ഒരു ക്യാമറയ്ക്ക് കമ്പനി 2 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ക്യാമറയ്ക്ക് മാത്രമല്ല, ഇതേപോലെയുള്ള എല്ലാ വയേർഡ് ക്യാമറകൾക്കും ഹിക്വിഷനും തെഹുവ CP+ എന്ന് വേണ്ട ഏത് കമ്പനിയാണെങ്കിലും അണിവലോ ഏത് കമ്പനിയാണെങ്കിലും 2 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതായത് മാനുഫാക്ചർ ചെയ്ത ആള് തന്നെ 2 വർഷം വാറണ്ടി കൊടുക്കുന്ന പ്രോഡക്റ്റ്, മറ്റതും മാനുഫാക്ചർ ചെയ്ത ആള് തന്നെ 1 ഇയർ വാറണ്ടി കൊടുക്കുന്ന പ്രോഡക്റ്റ്. അവർ ആ ക്യാമറ നിർമ്മിച്ചപ്പോൾ 1 കൊല്ലം വാറണ്ടി കൊടുക്കാനുള്ള വിശ്വാസം അവർക്ക് അതിനകത്തുള്ളൂ. ക്യാമറ നിർമ്മിച്ചവർക്ക് തന്നെ അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും നല്ലൊരു ക്വാളിറ്റിയാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാമറ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇങ്ങനെയുള്ള ഫെസിലിറ്റി ഈ ഒരു ക്യാമറയിൽ വരുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ അനലോഗ് ക്യാമറകളൊക്കെ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ഒരു ടെക്നീഷ്യനൊക്കെയാണ് IP ക്യാമറകളെ പറ്റി കൂടുതലായിട്ട് അറിയണം, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ലെവൽ കോൺഫിഗറേഷനെ പറ്റിയൊക്കെ IP ക്യാമറകളെ പറ്റിയൊക്കെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടൺ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വെറും 159 രൂപ അവിടെ ഒരു പേയ്മെന്റ് കൊടുത്താൽ 1 മാസത്തേക്ക് നിങ്ങൾക്ക് ഞാനിട്ടിരിക്കുന്ന വീഡിയോസ്, പ്രൈവറ്റ് വീഡിയോസ് കാണാൻ സാധിക്കും. അപ്പോൾ IP ക്യാമറകളുടെ അഡ്വാൻസ്ഡ് കോൺഫിഗറേഷൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലൂടെ ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസ് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.